നമുക്കിതിനകത്ത് ബേസിക്കലി ഇത് പഠിപ്പിച്ചിടാൻ ആരുമില്ല. ഇംഗ്ലീഷിൽ കുറേ ഉണ്ട്, എങ്കിലും മനസ്സിലാവത്തില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ ജസ്റ്റ് പാച്ച് ചെയ്യുന്ന സംഗതി, അല്ലെങ്കിൽ അതിന് ഒരു ടൈഗർ ടച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇതൊന്ന് വൈപ്പ് ചെയ്യുന്നതും അതൊന്ന് പാച്ച് ചെയ്യുന്നതും ഒന്ന് പഠിപ്പിക്കുകയാണ് എനിക്കറിയാവുന്നത്. കാര്യം നമ്മൾ വലിയ വ്യക്തികളൊന്നുമല്ല. എന്നെ പഠിപ്പിച്ചത് കൊല്ലം ശരത്താണ്. അപ്പോൾ ശരത്തൊക്കെ കുഞ്ഞുനാൾ മുതലേ ലൈറ്റ് വർക്കിന് നടക്കുന്നതാണ്. അപ്പം ശരത്താണ് എനിക്ക് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നത്. പിന്നെ ഇതിന് മേടിച്ചപ്പോൾ ഒന്ന് സോഫ്റ്റ്വെയർ എററായി പോയായിരുന്നു. അപ്പം പിന്നെ ഞാൻ കൊണ്ടുപോയി അവിടെ തന്നെ സർവീസ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം ബേസിക്കലി ഒന്ന് മനസ്സിലാക്കാതെ ഇതിനകത്തേക്ക് കുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടൈഗർ ടച്ച് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അസൈൻ ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ബേസിക്കലി പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ടൈഗർ ടച്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോൺ ഷോ എന്ന് പറയുന്ന സംഗതിയാണ്. നോൺ ഷോയ്ക്കകത്താണ് ഡിസ്ക്, ഇതിനകത്തൊരു ഹാർഡ് ഡിസ്കിനകത്ത് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നത്. മറ്റേ മിനിപ്പലിനകത്തൊക്കെ വൈപ്പാണ്, ഇതിനകത്ത് നോൺ ഷോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തു വെച്ചേക്കുന്ന സംഗതി നമുക്കൊന്ന് കാണാം. നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന സംഗതി ഇങ്ങനെയാണ് ചേർത്തുന്നത്. അപ്പം നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഇതിനകത്ത് രണ്ടും RGB ഫിക്ചറുണ്ട്. ഇതിനകത്ത് LED പാറിൻ്റെ ഫിക്ചറുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന BSMൻ്റെ ആണ്. LED പാറിൻ്റെ RGBY, അതായത് RGBY എന്ന് വെച്ച് കഴിഞ്ഞാൽ R റെഡ്, ഗ്രീന്, G ഗ്രീന്, B ബ്ലൂ, വൈറ്റ്, W വൈറ്റ്. അപ്പോൾ 7 ചാനലിൻ്റെ DMX ആണ് അതിനകത്ത് നമ്മളത് കറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 LED പാർ 2 അഡ്രസ്സിൽ ഇട്ടേക്കുന്നു. 16 ചാനലിൻ്റെ ഒരു ബീം പേഴ്സണാലിറ്റി ചെയ്ത് ഫിക്ചറിലാണ് ഇത് പാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫിക്ചറിൽ പാച്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഈ LED പാർ 2 കത്തിച്ചാൽ മതിയെങ്കിൽ ഇത് 2 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിപ്പം കളറിലാണ് കിടക്കുന്നത്. ഇൻറ്റൻസിറ്റി വരുമ്പോഴത്തേക്കിന് ഇവിടെ ഡിമ്മർ കാണിക്കും. ഈ ഡിമ്മറിനകത്ത് ഈ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും, ഇതാണെങ്കിൽ അപ്പ് ഡൗൺ ആവും. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഇത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കൂടും, അതേപോലെ തന്നെ കുറയും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിമ്മർ ഓപ്ഷൻ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കളർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് CMY, ജസ്റ്റ് ഇത് കണ്ട CMY എന്ന് പറഞ്ഞ RGB, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് ഫുള്ള് വേണമെങ്കിൽ ഡിമ്മർ നമ്മൾ എടുത്തു. ഡിമ്മർ നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം CMY RGB നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് നമ്മൾ കുറച്ചു, ഗ്രീൻ നമ്മൾ കുറച്ചു. ഇപ്പോൾ നമുക്ക് ബ്ലൂ മാത്രമാണ് കിടക്കുന്നത്, ബ്ലൂവും നമ്മൾ കുറച്ചു. ഇനി നമുക്ക് റെഡ് മാത്രം കൂട്ടാം. റെഡ് മാത്രം നമ്മൾ കൂട്ടി. അപ്പോൾ ഇത് 3 കളറേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് റെഡ് വേണ്ടാന്നുണ്ടെങ്കിൽ റെഡ് കട്ട് ചെയ്തിട്ട് ഗ്രീൻ കയറ്റാം. ഗ്രീൻ കയറ്റുമ്പോഴത്തേക്കും റെഡ് ഫുള്ള് കട്ടാവും. അപ്പം പച്ച മാത്രമായി. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു യെല്ലോ വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു മഞ്ഞ വെട്ടം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്ക് ഇത് ഫുള്ള് കട്ട് ചെയ്തു. ബ്ലൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3ാമത്തെ വീല് കറക്കുമ്പോൾ ബ്ലൂ ആയി. ഇതിനകത്ത് ശതമാനം കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫുള്ള് എല്ലാം കൂടെ വൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3ഉം കൂടെ 100% വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വൈറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റ്, എൻ്റെ LED പാറിനകത്ത് വൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന കളറിനകത്താണ് നമ്മുടെ ഫ്ലിക്കർ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കളറിനകത്ത് പ്രസ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് വീല് നമ്മൾ കൊടുക്കുമ്പോൾ അണഞ്ഞു, അതായത് ഫ്ലിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടി കൊടുക്കുമ്പോൾ ഫ്ലിക്കറായി.